സ്റ്റേഷൻ എന്ന മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സർവേയിങ്ങില് ഡാറ്റ റെക്കോർഡിങ്ങിന് വേണ്ടി അനലോഗ് മെത്തേഡിൽ നിന്നും ഡിജിറ്റൽ ഡാറ്റ കളക്ഷൻ മെത്തേഡിലേക്ക് എത്തി. ഇത് നമ്മുടെ സർവേ വർക്കിനെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ടോട്ടൽ സ്റ്റേഷൻ അങ്ങനെ ഡിജിറ്റൽ റെക്കോർഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ആണ്. ടോട്ടൽ സ്റ്റേഷൻ വെച്ച് നമുക്ക് നമ്മുടെ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ടോട്ടൽ സ്റ്റേഷൻ, അതിൻ്റെ പാർട്സ്, യൂസസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്നിവയെ കുറിച്ചൊക്കെയാണ് ഈ മൊഡ്യൂളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ സ്റ്റേഷൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനും ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള ആംഗിൾസ് എടുക്കാനും വേണ്ടിയാണ്. തിയോഡലൈറ്റിന്റെ ഒരു ഹയർ വേർഷൻ ആണ് ടോട്ടൽ സ്റ്റേഷൻ. തിയോഡലൈറ്റ് കുറച്ച് ടയർസം ആയിട്ട് നമുക്ക് വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടാണ് തിയോഡലൈറ്റ്. ബട്ട് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് ഡിജിറ്റൽ ആണ്. ഡിജിറ്റലി ആയിട്ടാണ് ഇതിൽ റീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ടോട്ടൽ സ്റ്റേഷൻ എന്താന്ന് നോക്കാം. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് ഒരു ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെയും EDMന്റെയും കോമ്പിനേഷൻ ആണ്. EDM എന്ന് പറഞ്ഞാല് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെന്റ്. ഈ EDMനെയും തിയോഡലൈറ്റിനെയും ഒരു മൈക്രോ പ്രോസസർ യൂസ് ചെയ്താണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഒരു സിംഗിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്ത് ഒരു സിംഗിൾ സെറ്റപ്പിൽ തന്നെ ഡിസ്റ്റൻസും ആംഗിൾസും മെഷർ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു ടോട്ടൽ സ്റ്റേഷൻ ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെയും EDMന്റെയും കോമ്പിനേഷൻ ആണ് എന്ന്. ഇലക്ട്രോണിക് തിയോഡലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആംഗിൾ മെഷർമെന്റിന് വേണ്ടിയും EDM യൂസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടിയാണ്. ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെ ആക്യുറസി എന്ന് പറയുന്നത് 2 to 6 seconds ആണ്. അതുപോലെ തന്നെ EDMന്റെ ആക്യുറസി എന്ന് പറയുന്നത് 5 to 10 mm/km ആണ്. ദെൻ റേഞ്ച്. EDMന്റെ റേഞ്ച് എന്ന് പറയുന്നത് 2.8 to 4.2 km ആണ്. നെക്സ്റ്റ്, ടോട്ടൽ സ്റ്റേഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് 3 ടൈപ്സ് ഓഫ് മെഷർമെന്റ്സിന് വേണ്ടിയാണ്. ഫസ്റ്റ് വൺ ആണ് ഹൊറിസോണ്ടൽ ആംഗിൾ, സെക്കൻഡ് വൺ വെർട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ സെനീത്ത് ആംഗിൾ, തേർഡ് വൺ സ്ലോപ്പ് ഡിസ്റ്റൻസ്. ഈ 3 മെഷർമെന്റ്സ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ സെനീത്ത് ആംഗിൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, ടാർഗറ്റ് അവിടെയുണ്ട്. വെർട്ടിക്കൽ പ്ലംബ് ലൈനിൽ നിന്ന് ടെലിസ്കോപ്പിനെ ടിൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടാർഗറ്റിനെ ഫോക്കസ് ചെയ്യുന്നത്. ഈ ടിൽറ്റിംഗ് ആണ് വെർട്ടിക്കൽ ആംഗിൾ, അതായത് ആംഗിൾ ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാല് ഇൻസ്ട്രുമെന്റിന്റെ നോർത്തിൽ നിന്ന് ടാർഗറ്റിലോട്ട് നമ്മൾ നോക്കുകയാണ്. ആ ഹൊറിസോണ്ടൽ ടിൽറ്റിങ്ങിനെയാണ് ഹൊറിസോണ്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ആംഗിൾ ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ ആക്സിസ് ആൻഡ് ഇൻസ്ട്രുമെന്റ് നോർത്ത്. തേർഡ് മെഷർമെന്റ് ആണ് സ്ലോപ്പ് ഡിസ്റ്റൻസ്. സ്ലോപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്ലോപ്പ് ഡിസ്റ്റൻസ് അഥവാ SD. അപ്പോൾ ഈ 3 മെഷർമെന്റ്സ് ആണ് നമുക്ക് ടോട്ടൽ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നത്. ഹൊറിസോണ്ടൽ ആംഗിൾ, വെർട്ടിക്കൽ ആംഗിൾ ആൻഡ് സ്ലോപ്പ് ഡിസ്റ്റൻസ്. നെക്സ്റ്റ്, ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷന്റെ പ്രധാന പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. EDM with laser generator, endless drives,
trigger keys, tri-branch with foot screws, communication side cover, Bluetooth, battery downloading port, objective lenses, vertical clamp screws, vertical fine motion screw, keyboard and display. ഇങ്ങനെ ഒരുപാട് പാർട്സ് ഉണ്ട് ടോട്ടൽ സ്റ്റേഷന്. നമുക്ക് ഓരോന്ന് നോക്കാം. ഇലക്ട്രോണിക് തിയോഡലൈറ്റിന്റെ മെയിൻ പാർട്ടാണ് ടെലസ്കോപ്പ്. ഫിഗറിൽ നോക്കുക. ഒബ്ജക്റ്റീവ് ഗ്ലാസ്, ഐ പീസ് എന്നിവയൊക്കെ ടെലസ്കോപ്പിന്റെ പാർട്സ് ആണ്. ടെലസ്കോപ്പിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോക്കസിംഗ് ആണ്. നെക്സ്റ്റ് പാർട്ടാണ് കീബോർഡ് ആൻഡ് ഡിസ്പ്ലേ. ഇതിലാണ് നമ്മുടെ റിസൾട്ട്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ് കീബോർഡ്. ദെൻ ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ്. ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ് ആക്യുറേറ്റ് സെന്ററിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലൂടെ നോക്കിയാണ് നമ്മൾ ആക്യുറേറ്റ്ലി നമ്മുടെ സ്റ്റേഷൻ പോയിന്റിന്റെ മുകളിലായിട്ട് ടോട്ടൽ സ്റ്റേഷനെ സെറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടാണ് ട്രൈബ്രാച്ച് സ്ക്രൂസ്. ഈ 3 ഫുഡ് സ്ക്രൂസ് ആണ് ട്രൈബ്രാച്ച് സ്ക്രൂസ്. അത് യൂസ് ചെയ്യുന്നത് എക്സാക്ട് ലെവലിങ്ങിന് വേണ്ടിയാണ്. നമ്മൾ ബബിള് സെൻട്രലൈസ് ചെയ്തിട്ട് എക്സാക്ട് ലെവലിങ്ങിന് ചെയ്യാൻ വേണ്ടിയാണ് ഈ 3 ഫുഡ് സ്ക്രൂസ് യൂസ് ചെയ്യുന്നത്. ദെൻ ട്രൈബ്രാച്ച്. ട്രൈബ്രാച്ച് സ്ക്രൂവിനെ ഹോൾഡ് ചെയ്യുന്ന സെറ്റപ്പ് ആണ് ട്രൈബ്രാച്ച്. ദെൻ ട്രൈബ്രാച്ച് വിത്ത് ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ്. ട്രൈബ്രാച്ചും ഒപ്റ്റിക്കൽ പ്ലമ്മറ്റും ഒരുമിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിന്റെ മോഡലാണ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ട്രിപ്പോഡ്. അപ്രോക്സിമേറ്റ് ലെവലിംഗ് ആണ് ട്രിപ്പോഡ് യൂസ് ചെയ്യുന്നത്. 3 ലെഗ്സ് അല്ലേ ഉണ്ടാവുക. അപ്പൊ ആ 3 ലെഗ്സിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ലെവൽ ചെയ്യാൻ സാധിക്കും. ഇൻസ്ട്രുമെന്റ് ഈ ട്രിപ്പോഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ദെൻ മൈക്രോ പ്രൊസസർ ആൻഡ് ഇലക്ട്രോണിക് നോട്ട്ബുക്ക്. മൈക്രോ പ്രൊസസർ എന്ന് പറഞ്ഞാല് അതൊരു ഇൻബിൽട്ട് ചിപ്പാണ്. അതിന്റെ ഫങ്ഷൻ ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. അത് റെക്കോർഡിങ്, റീഡിങ്, കാൽക്കുലേഷൻ ഓഫ് മെഷർമെന്റ്സ് നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരിക, ഇതൊക്കെയാണ് മൈക്രോ പ്രോസസറിന്റെ ഫങ്ഷൻസ്. ഡാറ്റ പ്രോസസ്സിങ്ങിനാണ് മൈക്രോ പ്രൊസസർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇലക്ട്രോണിക് നോട്ട്ബുക്ക്. ഇലക്ട്രോണിക് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രോസസ്ഡ് ആയ ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ഇലക്ട്രോണിക് നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്നത്. അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. 2000 to 4000 പോയിന്റ്സ് ആണ് അതിന്റെ കപ്പാസിറ്റി. ഈ കപ്പാസിറ്റി ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് ലോഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വീണ്ടും ഇലക്ട്രോണിക് നോട്ട്ബുക്കിനെ റീഫ്രഷ് ചെയ്ത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് കൊല്ലിമേറ്റർ. കൊല്ലിമേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫോക്കസിംഗ് ടെലിസ്കോപ്പിന്റെ മുകളിലായിട്ട് കൊല്ലിമേറ്റർ ഉണ്ടായിരിക്കും. ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നാരോ ബീം വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാണ്. നാരോ ബീം വേവ്സ്, അതായത് നമുക്കറിയാം EDM ഇൻസ്ട്രുമെന്റ്സ് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വേവിനെ ടാർജറ്റിൽ തട്ടിയിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഈ വേവ്സിന്റെ പ്രോപ്പർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോ ആ വേവിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വേവിനെ അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് കൊല്ലിമേറ്റർ. ഫിഗറിൽ കൊല്ലിമേറ്റർ കാണിച്ചിട്ടുണ്ട് ഇൻസ്ട്രുമെന്റിന് മുകളിലായിട്ട്. ഫിഗർ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടോട്ടൽ സ്റ്റേഷന്റെ വേറെ പാർട്സ് എന്തൊക്കെയാ നോക്കാം. ഒരു ഹാൻഡിൽ ഉണ്ടായിരിക്കും ടോട്ടൽ സ്റ്റേഷന്. ഒബ്ജക്റ്റീവ് ലെൻസ്, അതായത് ടെലസ്കോപ്പിന്റെ ലെൻസ്. ദെൻ ഇതിന്റെ മുകളിലായിട്ട് കൊള്ളിമേറ്റർ ഫിഗറിൽ നോക്കുക. ദെൻ ഒപ്റ്റിക്കൽ പ്ലമ്മറ്റ്, കീബോർഡ്, ദെൻ വെർട്ടിക്കൽ സർക്കിൾ ആൻഡ് ഹൊറിസോണ്ടൽ സർക്കിൾ. വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാനായിട്ട് വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടായിരിക്കും.
അതുപോലെ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ഹൊറിസോണ്ടൽ സർക്കിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. വെർട്ടിക്കൽ സർക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന സ്ക്രൂ ആണ് വെർട്ടിക്കൽ ടാൻജന്റ് സ്ക്രൂ. ഹൊറിസോണ്ടൽ സർക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന സ്ക്രൂ ആണ് ഹൊറിസോണ്ടൽ ടാൻജന്റ് സ്ക്രൂ. ദെൻ ബേസ്, ട്രൈ ബ്രാച്ച്, ട്രിപ്പോഡ്, ട്രൈ ബ്രാച്ച് ലോക്ക്, ട്രൈ ബ്രാച്ച് ലെവലിംഗ് സ്ക്രൂസ് ഒക്കെ നമുക്ക് ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും. നെക്സ്റ്റ് പാർട്ട് ഹാൻഡില്. ഇൻസ്ട്രുമെന്റിനെ ക്യാരി ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റിനെ ഫിസിക്കലി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെക്കാനും വേണ്ടിയിട്ടാണ് ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടാണ് ബ്ലൂടൂത്ത് ആന്റിന. ബ്ലൂടൂത്ത് വയർലെസ് ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് ഡാറ്റാസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയാണ് ബ്ലൂടൂത്ത് ആന്റിന യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഇന്റർഫേസ് ഹാച്ച്. എക്സ്റ്റേണൽ ഡിവൈസസിനോട് കണക്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടാണ് ഇൻസ്ട്രുമെന്റ് ഹൈറ്റ് മാർക്ക്. ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റ് മെഷർ ചെയ്യാനും വേണ്ടിയാണ്. നെക്സ്റ്റ് ലുമിനൻസ് സെൻസർ. സ്ക്രീനിന്റെ ബ്രൈറ്റ്നെസ് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ലുമിനസ് സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഗൈഡ് ലൈറ്റ്. സെറ്റിംഗ് ഔട്ട് എഫക്റ്റീവ് ആയിട്ട് ക്യാരി ചെയ്യാൻ ഗൈഡ് ലൈറ്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ലേസർ പോയിന്റർ ഫംഗ്ഷൻ. ഇത് യൂസ് ചെയ്യുന്നത് ഡാർക്ക് ലൊക്കേഷനിൽ സൈറ്റ് ടാർഗറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ടോട്ടൽ സ്റ്റേഷന്റെ ഒരുവിധമുള്ള എല്ലാ പാർട്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, EDMന്റെയും തിയോഡലൈറ്റിന്റെയും കോമ്പിനേഷൻ ആണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ സിമ്പിൾ ആയിട്ട് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും ഇത് യൂസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, എക്സലന്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലേസർ പ്ലംമെറ്റ്, ബോത്ത് സൈഡ്സിലും എൻഡ്ലെസ് ഡ്രൈവ്സ്, 30x മാഗ്നിഫിക്കേഷന്റെ ഒപ്റ്റിക്സ്, ഇതെല്ലാം ടോട്ടൽ സ്റ്റേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റീഡിങ്ങിന് ഡുവൽ ആക്സിസ് കോമ്പൻസേഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ന്യൂ സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെവലിംഗ് സെറ്റപ്പ് ഫാസ്റ്റും സിമ്പിളും ആയിരിക്കും. നെക്സ്റ്റ് ഹൈ റെസൊല്യൂഷൻ LCD ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓഡിബിൾ നോട്ടീസ് ഫോർ 900 ടേൺസ് ആൻഡ് ലേഔട്ട്. നെക്സ്റ്റ് ഇലക്ട്രോണിക് ലേസർ ഡിസ്റ്റൻസ് മെഷർമെന്റ്. നെക്സ്റ്റ് ഗ്രാഫിക് സ്കെച്ചസ് പ്രൊവൈഡ് ചെയ്യും. EDM മെഷർമെന്റ് വിത്ത് റെഡ് ലേസർ. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഓഫീസിൽ നിന്ന് ഡാറ്റ എൻ്റർ ചെയ്ത് വർക്ക് സിമ്പിൾ ആക്കാൻ പറ്റും. ഡാറ്റ അപ്ലോഡ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. പിന്നെ ഡാറ്റ എഡിറ്റ് ചെയ്യാനും നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്ത് പറ്റും. തേർഡ് പാർട്ടി ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ടോട്ടൽ സ്റ്റേഷന്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് യൂസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷനും തിയോഡലൈറ്റ് പോലെ തന്നെയാണ് സെറ്റിംഗ് അപ്പ് ഒക്കെ. നമുക്ക് അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് സർവേ എക്യുപ്മെന്റ്സ് എല്ലാം ഗ്യാദർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. നെക്സ്റ്റ് ടോട്ടൽ സ്റ്റേഷനെ ട്രിപ്പോഡിന് മുകളിൽ സെറ്റ് ചെയ്യണം. അപ്പൊ അതിനാദ്യം ട്രിപ്പോഡ് സെറ്റ് ചെയ്യണം. ട്രൈ ബ്രാച്ചും കോഴ്സ് ലെവലും യൂസ് ചെയ്തിട്ട് ബെഞ്ച് മാർക്കിന്റെ മുകളിൽ ട്രിപ്പോഡ് സെറ്റ് ചെയ്തു. ദെൻ ടോട്ടൽ സ്റ്റേഷനെ ട്രിപ്പോഡിന് മുകളിൽ കണക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിന്റെ സെന്ററിങ് എന്ന് പറഞ്ഞാൽ തിയോഡലൈറ്റിനെ പോലെ തന്നെ പ്ലം ബോബ് ഇട്ടിട്ട് സെന്റർ ചെയ്യാം. അതിനവിടെ ഒപ്റ്റിക്കൽ പ്ലംമെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അതിലൂടെ നോക്കിയാൽ മുകളിലെ സ്ട്രിങ്ങും താഴത്തെ റോഡും കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് പ്രൊസീജിയർ ലെവൽ ചെയ്യുക എന്നതാണ്. ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ട്രിപ്പോഡിന്റെ ലെഗ് യൂസ് ചെയ്ത് ബബിൾസ് നമുക്ക് സെന്റർ ആക്കാം. ലെവൽ സ്ക്രൂസ് യൂസ് ചെയ്താണ് ബബിള് സെന്റർ ആക്കുന്നത്. അങ്ങനെ സെന്റർ ആയി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് സെറ്റായി. നെക്സ്റ്റ് പവർ സപ്ലൈ കൊടുക്കുക, ഇൻസ്ട്രുമെന്റ് ഓൺ ചെയ്യാം. പിന്നീട് നമുക്ക് റീഡിങ്സ് ഒക്കെ എടുക്കാം. ടാർഗറ്റ് സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും എടുക്കാം. ഇൻസ്ട്രുമെന്റിന്റെ ഹൈറ്റും ടാർഗറ്റിന്റെ ഹൈറ്റും നമുക്ക് ടേപ്പ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാം. ഇൻസ്ട്രുമെന്റ് ടാർഗറ്റിന്റെ വേരിയസ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് തരും. ഈ ഇൻഫോർമേഷൻസ് ഒക്കെ ഇലക്ട്രോണിക് നോട്ട്ബുക്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇത് നമുക്ക് കമ്പ്യൂട്ടേഴ്സിലേക്ക് ഡൗൺലോഡ് ചെയ്ത് CAD പോലത്തെ സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. സ്പെസിഫൈഡ് ഇന്റർവെൽസിൽ കോണ്ടൂസ് ക്രോസ് സെക്ഷന്റെ ഒക്കെ പ്ലോട്ട് ചെയ്യാൻ കഴിയും ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട്. ഇത്രയാണ് ടോട്ടൽ സ്റ്റേഷന്റെ യൂസസ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ് ആണ് ടോട്ടൽ സ്റ്റേഷൻ. ഫസ്റ്റ് പോയിന്റ്, ലേസർ പ്ലമ്മറ്റ് ഉപയോഗിച്ച് ഇൻസ്ട്രുമെന്റിനെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാം. അതുപോലെ ഏരിയ കമ്പ്യൂട്ടേഷൻ പ്രോഗ്രാം ഓൺബോർഡ് ഏരിയ കമ്പ്യൂട്ടേഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് ഫീൽഡിന്റെ ഏരിയ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ഏരിയ കാൽക്കുലേഷൻ ഗ്രേറ്റർ ആക്യുറസി ആണ്. കാരണം ആർക്ക് വരെ കൺസിഡർ ചെയ്തിട്ടാണ് ഏരിയ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക്കൽ വ്യൂ ഓഫ് പ്ലോട്ടിന്റെയും ലാൻഡിന്റെയും ഒക്കെ ക്വിക്കായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മാപ്പിംഗ് ഇതിൽ തയ്യാറാക്കുന്നു. അതായത് ഫീൽഡ് ജോബ്സ് ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാല് മാപ്പും അതിന്റെ ഏരിയയും ഡയമെൻഷൻസും ഒക്കെ അതിൽ തന്നെ മനസ്സിലാക്കാം. കൂടാതെ അതിനുശേഷം നമുക്ക് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ലാർജ് ഏരിയ കമ്പ്യൂട്ട് ചെയ്യാനും പ്ലോട്ട് ചെയ്യാനും ടോട്ടൽ സ്റ്റേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇന്റഗ്രേഷൻ ഓഫ് ഡാറ്റാബേസിനും ഉപയോഗിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഓൾഡ് മാപ്പിനെ ഓട്ടോമേഷൻ ചെയ്യാൻ ടോട്ടൽ സ്റ്റേഷൻ സഹായിക്കും. നെക്സ്റ്റ് ഫുൾ GIS ക്രിയേഷൻ ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോക്കൽ ലാംഗ്വേജ് സപ്പോർട്ട് ആണ്. പിന്നെ കമ്പാരേറ്റീവ്ലി വർക്ക് ഈസി ആക്കുന്നുണ്ട്. നമ്മുടെ വർക്കിനൊക്കെ നല്ല ഹൈ പ്രിസിഷനും ആയിരിക്കും. ഇതൊക്കെയാണ് ടോട്ടൽ സ്റ്റേഷന്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ടോട്ടൽ സ്റ്റേഷൻ സർവേ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്ന വർക്കിനെ ചെക്ക് ചെയ്യാൻ സാധ്യമല്ല. കാരണം അതിന്റെ ഒരു ഹാർഡ് കോപ്പി നമുക്ക് ലഭ്യമല്ല. ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോയി അതിനാവശ്യമായ സോഫ്റ്റ്വെയറിൽ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ വർക്ക് ചെക്ക് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അതേസമയം മറ്റു സർവേകളാണെങ്കിൽ നമുക്ക് ഫീൽഡിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ട്രെലോഫ് പ്രിസം പോലുള്ള സ്പെഷ്യൽ ഫിൽട്ടേഴ്സ് ഉപയോഗിച്ച് മാത്രമേ സൂര്യപ്രകാശത്തില് ഈ ഇൻസ്ട്രുമെന്റില് ഒബ്സർവേഷൻസ് എടുക്കാൻ പാടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ EDMന് ഡാമേജ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. കൂടാതെ ഈ ഇൻസ്ട്രുമെന്റ് വെരി കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സർവേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സ്കിൽഡ് പേഴ്സൺസ് ആവശ്യമാണ്. ഇതൊക്കെയാണ്
ടോട്ടൽ സ്റ്റേഷന്റെ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷനെ 3 ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ, സെക്കൻഡ് വൺ സെമി ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ ആൻഡ് തേർഡ് വൺ ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ. ഫസ്റ്റ് വൺ ആണ് മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ. മാനുവൽ ടോട്ടൽ സ്റ്റേഷനിൽ ഹൊറിസോണ്ടൽ ആംഗിൾസും വെർട്ടിക്കൽ ആംഗിൾസും നമ്മൾ തന്നെ റീഡ് ചെയ്യണം. ഡിവൈസ് ആകെ തരുന്ന വാല്യൂ എന്ന് പറയുന്നത് സ്ലോപ്പ് ഡിസ്റ്റൻസ് ആണ്. ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിനെയാണ് മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ആണ് സെമി ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ. ഈ ഇൻസ്ട്രുമെന്റിൽ നമ്മൾ യൂസർ വേണം ഹൊറിസോണ്ടൽ സർക്കിൾ റീഡ് ചെയ്യാൻ. വെർട്ടിക്കൽ സർക്കിൾ റീഡിങ് ഇൻസ്ട്രുമെന്റ് നമുക്ക് തരും. അതുപോലെ തന്നെ സ്ലോപ്പ് ഡിസ്റ്റൻസും ഇലക്ട്രോണിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് ഇൻസ്ട്രുമെന്റ് നമുക്ക് തരും. ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിനെയാണ് സെമി ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് ആണ് ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ. ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ ആണ്. ഇത് ഹൊറിസോണ്ടൽ മെഷർമെന്റ്സും വെർട്ടിക്കൽ മെഷർമെന്റ്സും സ്ലോപ്പ് ഡിസ്റ്റൻസും അതിന്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കോമ്പണന്റ്സും ഇലക്ട്രോണിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരും. ഈ ഇൻസ്ട്രുമെന്റ് ട്രൂ നോർത്തിനോടോ അല്ലെങ്കിൽ മാഗ്നറ്റിക് നോർത്തിനോടോ അല്ലെങ്കിൽ നോൺ ബിയറിങ്ങിനോടോ പ്രോപ്പർ ആയിട്ട് ഓറിയന്റ് ചെയ്തിരിക്കണം. ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കോർഡിനേറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ ടോട്ടൽ സ്റ്റേഷന്റെ മെമ്മറിയിലോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡാറ്റ കളക്ടർ യൂസ് ചെയ്തോ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. മാനുവൽ ടോട്ടൽ സ്റ്റേഷനും സെമി ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷനും ഇന്ന് അധികം യൂസ് ചെയ്യാറേ ഇല്ല. ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷനും റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനും ഒക്കെയാണ് ഇന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്. ടോട്ടൽ സ്റ്റേഷൻ, അതിന്റെ പാർട്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ അതിന്റെ 3 ടൈപ്സ്, അതായത് മാനുവല്, സെമി ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക്, ഇങ്ങനെ 3 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യണം. നോട്ടൊക്കെ എഴുതിയെടുക്കണം. ഈ പോർഷനിലെ ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് ആയിട്ട് തരാം, അത് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.